ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ടൈം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബസ്സിലിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്ന കാത്തുണ്ട്. കാത്തുവിൻ്റെ രണ്ടാമത്തെ മോള്, പിന്നെ ഞാൻ, ചേച്ചി, കാത്തുവിൻ്റെ അമ്മ, നമ്മുടെ അമ്മ, എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളിവിടെ പോകുന്നറിയാവോ? നമ്മുടെ സ്വന്തം കരിക്കങ്ങം ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിലാണ് കേട്ടോ. തൊഴാനുള്ള വരിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കാനായിട്ട് നമ്മൾ വരി നിൽക്കുകയാണ്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കായിരുന്നു ഇന്ന്. അപ്പോൾ മോൾക്ക് ഭയങ്കരമായിട്ട് വെള്ളദാഹമൊക്കെ വന്ന് മോള് വെള്ളമൊക്കെ കുടിക്കുകയാണേ. തൊട്ടിപ്പുറത്തു നിന്ന് ഒരു അങ്കിൾ കുഴഞ്ഞ് വീഴുകയൊക്കെ ചെയ്തു. ഭയങ്കര വിഷമമായിപ്പോയി. അടുത്തെത്താറായപ്പോൾ കുഴഞ്ഞ് വീണ്. ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, അങ്കിൾ പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി ഓരോരുത്തരായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ തൊട്ടിപ്പുറത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ആൻറ്റി നമ്മളെ തൊട്ടടുത്ത് നിന്നാണ്. പിന്നെ അമ്മ നിൽക്കുന്നു കഴിക്കാനായിട്ട്. അമ്മ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്ത് ഞാൻ, പിന്നെ ചേച്ചി, പിന്നെ കാത്തുവിൻ്റെ അമ്മ, മോള് എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ. കുഞ്ഞാളോ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് ചോറ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ കാത്തുവിൻ്റെ അമ്മ എന്തൊക്കെയോ പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ചോറെല്ലാം കൊണ്ട് തന്നു കേട്ടോ. നല്ല സൂപ്പർ സാമ്പാറൊക്കെ ആയിരുന്നു. അപ്പോൾ സാമ്പാറും ചോറും എല്ലാം കഴിച്ച് വയറെല്ലാം ഫുള്ളായി നമ്മൾ അമ്പലത്തിൻ്റെ നടയിൽ വന്ന് കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞു. ഇരുന്നിട്ട് വെയിലൊക്കെ തന്നിട്ട് പോകുമെന്ന് വിചാരിച്ചാണ്. അപ്പോഴത്തേനും പിന്നെ നോക്കിയപ്പോൾ മക്കൾ സ്കൂളിൽ കഴിഞ്ഞ് വരും. അത് കാരണം ഞങ്ങൾ നേരത്തെ പോകാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തെന്നറിയാമോ, കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് മോളെ കുറച്ച് നേരം കളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ നേരെ നമ്മളിങ്ങനെ ബസ്സിലിരുന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഉരുളിയും കൃഷ്ണനുമായിട്ടുള്ള ഇത് കണ്ടു കേട്ടോ. അപ്പോൾ അത് വാങ്ങാനായിട്ട് ഞാനും കാത്തുവും ചേച്ചിയും കൂടെ പോവാമെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. അപ്പോഴത്തേക്ക് ഇയാളെ ഉറക്കണമായിരുന്നു. ഇയാൾക്ക് ഉറക്കം വന്നിട്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കും, പിന്നെ കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഉറക്കിയിട്ട് ഞങ്ങളിങ്ങ് ഇറങ്ങി. ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ. അപ്പോൾ ചേച്ചി ഉരുളിയും കൃഷ്ണനെയും വാങ്ങിച്ചു. അപ്പോൾ ചേട്ടൻ ഭയങ്കര ചിരിയിലൊക്കെ സന്തോഷത്തോടെയൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് കയറി കേട്ടോ. മറ്റേ നറുതണ്ട് സർബത്ത് അത് കുടിക്കാനായിട്ട് കയറി. അങ്ങനെ ഞങ്ങൾ 3 പേരും അതും കുടിച്ചു. മറ്റേ മോളും ഉണ്ടായിരുന്നു. മോളും കുടിച്ചിട്ട് നേരെ അവിടെ നടന്നത് പൊങ്കാലയുടെ കലങ്ങൾ വെച്ചിട്ടാണ് ഓരോ അമ്മമാർ നിൽക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ബസ്സിലൊന്നും വരാൻ നിന്നില്ല കേട്ടോ. ഒരു യൂബർ കാറ് വിളിച്ച് കേട്ടോ. കാറ് വിളിച്ച് ഞങ്ങളവിടെ നേരെ വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ അവരുറക്കമായി, മോളുറക്കമായി.